ഈ ഒരു പോസ്റ്റ് വായിച്ചങ്ങള് ഈ പെണ്ണിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടാ നമ്മളെ നാട്ടിലേക്ക് വരാൻ കേരളത്തിലേക്ക്. ഇവര് ഇന്ത്യക്ക് ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ട് ഇവര് ഉത്തരേന്ത്യ മേഖലകളിൽ പോയാൽ എങ്ങനെ പൊന്നാര മക്കൾ അവിടെ വൃത്തി ഉണ്ടാവുക? ഉത്തരേന്ത്യൻ മേഖലയിൽ എങ്ങനെ വൃത്തി ഉണ്ടാവുക അതൊന്ന് പറഞ്ഞാണ് അല്ലേ? ഓർക്ക് കേരളത്തിന്റെ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കി. ഇവർക്കൊന്നും ഈ കേരളത്തിനെ പറ്റി അറിയില്ലേ? അതിനെക്കാട്ടി എത്രയോ മെച്ചുണ്ടാവും. കാരണം പൊതുവെ ഉത്തരേന്ത്യൻ മേഖലകളിൽ പോയാൽ മൂക്ക് കുത്തി പോകേണ്ടി വരും. അതിലും ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് വന്നാൽ ഈ അവസ്ഥ ഉണ്ടാവില്ല. ഏതായാലും ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മളെ നാട് ഒന്നിനും പറ്റാത്ത നാടായി മാറിയാണ് അല്ലേ? ഈ ഒരു വിദേശ ബ്ലോഗർ നമ്മൾ ഇന്ത്യനെ പറ്റി പറയുന്ന സംഗതികൾ കേട്ടില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് എത്തുന്നതെന്ന്. ഞാൻ പോവുകയാണെങ്കിലും മധ്യപ്രദേശിൽ ഇൻഡോർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടാവും. അല്ലാത്ത വശം ഇങ്ങനെ പറയൂല. പൊതുവെ ഉത്തരേന്ത്യൻ മേഖലകളിൽ പോയാൽ മൂക്ക് പൊത്തി ഓടേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാണ് ഉത്തരേന്ത്യൻ മേഖലകളിൽ. അപ്പം വൈകാതൊക്കെ നിങ്ങൾ കേരളത്തിലേക്ക് വരി. നമ്മുടെ നാടും നമ്മളെ ഈ ജനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇവിടെ എത്രത്തോളം വൃത്തിയുണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് പറയണം അല്ലേ? ഏതായാലും ലോക രാജ്യങ്ങൾക്കിടയിൽ നമ്മൾ വെറും ഒന്നിനും പറ്റാത്ത വൃത്തിയില്ലാത്ത ഹംക്കളാണ്.